ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ബിജോ അച്ഛൻ, ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റേഴ്സ്, ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ജീവിതത്തിൽ ഒരു വർഷം കൂടെ കടന്നുപോയി. പുതിയൊരു വർഷത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞൊരു വർഷത്തെ നന്മകളെയും കൃപകളെയും അനുഗ്രഹത്തെയും ഓർക്കാനും പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ ധാരാളമായ അനുഗ്രഹത്തെ പ്രാപിക്കുവാനും വേണ്ടിയിട്ടുള്ളതായ സമയമായിട്ട് ഇതിനെ നമുക്ക് മാറ്റുന്നു. ആട്ടിടയന്മാർ ബേത്ലഹേമിലേക്ക് യാത്ര തിരിച്ചപ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്നത് ഒരു നക്ഷത്രമാണ്. വെളിച്ചം എപ്പോഴും വഴികാട്ടിയാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല വഴിവിളക്കായി, നല്ല വെളിച്ചമായി തീരാൻ തക്കവണ്ണം ഈ ഒരു പുതിയ വർഷം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദയവായിട്ട് നിൽക്കുന്നവർ ക്രമീകരിച്ചിരിക്കുന്നതായ ഇരിപ്പിടങ്ങളിൽ ദയവായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ മനോഹരമായ സന്ധ്യയിൽ നമുക്ക് ചീഫ് ഗസ്റ്റായിട്ട് ലഭിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബിജോ കെ നയനാൻ അച്ഛനാണ്. ജനുവരി മാസം 11-ാം തീയതി നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമാണെന്ന് പറഞ്ഞ അന്ന് മുതൽ നമ്മുടെ ഐവാൻ എന്നും എന്നോട് രാവിലെ ഉറക്കമുണരുമ്പോൾ റിമൈൻഡറായിട്ട് ചോദിക്കുക, അച്ഛാ ഗസ്റ്റിനെ കിട്ടിയോ? ഞാൻ പറഞ്ഞു ഒപ്പിക്കാം. അങ്ങനെ കുറേ ഗസ്റ്റുകളെ സത്യത്തിൽ തപ്പി. അപ്പോൾ അത് കൂടുതൽ ആളുകളും കഴിഞ്ഞ വർഷം വന്നതാണ്, അച്ഛാ ഞാൻ ഈ പ്രാവശ്യം വരുന്നില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഐസനച്ഛനാണ് CSI പള്ളിയിൽ പുതുതായിട്ട് ഒരച്ഛൻ വന്നിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞത്. കഴിഞ്ഞ വർഷം നമ്മുടെ ഫെലിക്സ് അച്ഛനായിരുന്നു നമ്മളോടൊപ്പം ഈ ക്രിസ്മസ് സന്ധ്യയിലുണ്ടായിരുന്നത്. എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അച്ഛൻ തിരികെ നാട്ടിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. അതിന് പകരമായി ഹോളി ട്രിനിറ്റി CSI ദേവാലയത്തിൻ്റെ പുതിയ വികാരിയായിട്ട് വന്നതാണ് ബഹുമാനപ്പെട്ട ബിജോ കെ നയനാൻ അച്ഛൻ. ഇതൊരു നിയോഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു, ഒരു ദൈവഹിതമായിട്ട് കണക്കാക്കുന്നു. അച്ഛൻ വന്നിട്ട് ഏകദേശം 1 മാസം ആകുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പബ്ലിക്കായിട്ടുള്ള ഒരു മീറ്റിംഗ്, ആദ്യത്തെ മീറ്റിംഗ് ഇത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അടുത്തുള്ള 3 വർഷക്കാലം വളരെ ഭംഗിയായിട്ട് ഈ ബ്രിസ്ബെയിനിൽ നല്ലതുപോലെ ശോഭിക്കുവാൻ, നല്ല താലന്തുകളെ ദൈവജനത്തിന് പകരുവാൻ എല്ലാ കൃപകളും അച്ഛന് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആദ്യം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. അച്ഛൻ്റെ സ്വദേശം പത്തനാപുരമാണ്. അച്ഛൻ്റെ കൊച്ചമ്മ 2 കുഞ്ഞുങ്ങൾ, 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. അവരിപ്പോൾ നമ്മളോടൊപ്പം ഇല്ല, അവർ ബ്രിസ്ബെയിനിൽ തന്നെ ഉണ്ട്. അച്ഛന് ഇതിനു മുമ്പ് സേവനം അനുഷ്ഠിച്ചത് അടൂര് CSI ദേവാലയത്തിലാണ് സേവനം അനുഷ്ഠിച്ചത്. ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി ആദരവോടെ സെയിൻറ്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ 2025 ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമിലേക്ക് സാദരം നിങ്ങളുടെ ഏവരുടെയും
അനുവാദത്തോടെ ആശീർവാദത്തോടെ ബഹുമാനപ്പെട്ട ബിജോ കെ നയനാൻ അച്ഛനെ സാദരപൂർവ്വം ക്ഷണിച്ചോളും. നമ്മുടെ ഈ ക്രിസ്മസ് പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഐവാൻ ഉമ്മൻ, അതുപോലെ തന്നെ സ്റ്റാൻലി ചാക്കപ്പൻ, നമ്മുടെ കരോൾ സർവീസ് മുതൽ ഇന്ന് വരെയും ഇത് വളരെ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുവാനും എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടുകൂടെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം അവർക്ക് രണ്ടുപേർക്കും സാധിച്ചു. ഒത്തിരി സന്തോഷം, ഒത്തിരി അഭിമാനം. ഈ കൺവീനിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഐവാനുമ്മനെയും അതുപോലെ തന്നെ സ്റ്റാൻലി ചാക്കപ്പനെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സെൻറ്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവകയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഫാദർ ലിജു സാമുവലാണ്. വികാരി ആരാണെന്ന് ചോദിച്ചാൽ ഫാദർ ലിജു സാമുവലാണ്. ട്രസ്റ്റി ആരാണെന്ന് ചോദിച്ചാൽ ഫാദർ ലിജു സാമുവലാണ്. സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ ഫാദർ ലിജു സാമുവലാണ്. ഇത് ഇത്രയും തന്നിട്ട് രണ്ടുപേര്, ഒരാൾ ഹോസ്പിറ്റലാണ്, മറ്റൊരാൾ നാട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളുടെ മാനേജിങ് കമ്മിറ്റി റെപ്രസെൻറ്റേറ്റീവ് ചെയ്ത് ഒരാൾ ഞങ്ങൾക്ക് ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട സീനിയർ മെമ്പറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിനു ജോർജ് ചെമ്പിത്ര, അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വന്നു ചേർന്ന എല്ലാവരെയും സന്തോഷത്തോടെ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരുണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ട്, MC, അങ്ങനെ ചെയ്യുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്ത് എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛ.